സുഹൃത്തുക്കളെ, യേശു 12 മുതൽ 29 വയസ്സുവരെ ഹിമാലയത്തിലും ടിബറ്റിലുമുള്ള ബുദ്ധവിഹാരങ്ങളിൽ താമസിച്ച് ദാർശനികമായ അന്വേഷണം നടത്തുക ആയിരുന്നു എന്നതിനെ സംബന്ധിച്ച ചില നിഗമനങ്ങളാണ് കഴിഞ്ഞ 2 ഭാഗങ്ങളായി അവതരിപ്പിച്ചത്. യേശുവിൻ്റെയും ബുദ്ധൻ്റെയും ഉപദേശങ്ങളിൽ ഉള്ള സാമ്യങ്ങളും അവതരണ രീതികളിലുള്ള സാമ്യങ്ങളും ഒക്കെ ചില ഉദാഹരണങ്ങളാണ് 2ാം ഭാഗത്ത് അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായി കൂടുതൽ സാമ്യം ഈ കാര്യങ്ങളിൽ ഉള്ള സാമ്യങ്ങൾ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഉപദേശങ്ങളിൽ പ്രധാനമായിട്ടുള്ള സാമ്യങ്ങൾ: 1, മതത്തെയും പുരോഹിത വർഗത്തെയും വളരെയധികം സമൂഹത്തിൻ്റെ ശത്രുക്കളായി ആണ് ബുദ്ധനും യേശുവും അവതരിപ്പിച്ചത്. വളരെ ശക്തമായ ഭാഷയിലാണ് രണ്ടുപേരും പുരോഹിത വർഗത്തെ അതിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചത്. മറ്റൊന്ന്, നരബലിയോടുള്ള എതിർപ്പായിരുന്നു രണ്ടുപേർക്കും. ബുദ്ധൻ വളരെ ശക്തമായി ആ കാര്യം അവതരിപ്പിച്ചു. യേശുക്രിസ്തുവും യഹൂദന്മാരുടെ ദേവാലയങ്ങളിൽ പാപമോചനത്തിന് ഉള്ള മാർഗമായിട്ട് മൃഗങ്ങളെയും പക്ഷികളെയും ബലി കഴിപ്പിക്കുന്നതിനെ നിശിതമായി വിമർശിച്ചു. മറ്റൊന്ന്, യേശു സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി, താൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പല പ്രാവശ്യം പ്രഖ്യാപിച്ചു. അതിന് സമാനമായിട്ട് ഉള്ള പ്രഖ്യാപനം ബുദ്ധന്റെ ഭാഗത്തു നിന്നും നാം കാണുന്നത്, ഞാൻ ലോകത്തിൻ്റെ കണ്ണാകുന്നു എന്ന് ബുദ്ധൻ പല പ്രാവശ്യങ്ങളിൽ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മറ്റൊന്ന്, യേശു തന്നെ സ്വയമായി ഞാൻ മനുഷ്യപുത്രൻ, ഞാൻ എന്ന് പറയുന്നതിന് പകരം മനുഷ്യപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയുണ്ടായി. ബുദ്ധനും പല സന്ദർഭങ്ങളിലും തന്നെ താൻ മനുഷ്യപുത്രൻ എന്ന പദത്തിൽ കൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, യേശു തന്റെ സുവിശേഷങ്ങളിൽ പല കാര്യങ്ങളും ഉപദേശങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ഉപദേശങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ബുദ്ധനും തൻ്റെ ഉപദേശങ്ങൾക്ക് അവസാനമായിട്ട് ഞാനിതൊക്കെ പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പല പ്രാവശ്യങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി. മറ്റൊന്ന്, ബുദ്ധൻ പലപ്പോഴും തൻ്റെ ഉപദേശങ്ങളിൽ പറയുകയുണ്ടായി, താൻ മറ്റുള്ളവർക്ക് മോക്ഷം നൽകുവാൻ വന്നവനാണ്. മറ്റുള്ളവർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും എന്ന് ബുദ്ധൻ പലപ്പോഴും പറയുകയുണ്ടായി. അതിന് സമാനമായി യേശുക്രിസ്തുവും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പറുദീസ ലഭിക്കും എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഈ 2 പേരുടെയും ഉപദേശങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. യേശു വിധവയുടെ ചില്ലിക്കാശിനെ സംബന്ധിച്ച് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശമായിരുന്നു. അതിന് പൂർണ്ണമായിട്ടും സമാനമായ രീതിയിൽ ഉള്ള ഒരു വിധവയുടെ ചില്ലിക്കാശിനെ സംബന്ധിച്ച് ബുദ്ധനും പറയുന്നത് ശ്രദ്ധേയമാണ്. ബുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, ബുദ്ധമതത്തിലെ കഥ ഇങ്ങനെയാണ്: ഒരു മതസമ്മേളനത്തിൽ വെച്ച് വിശ്വാസികളോട് സംഭാവന ആവശ്യപ്പെടുന്നു. സമ്പന്നർ ഉദാരമായി സംഭാവന നൽകി, അതും വിലപിടിച്ച നാണയങ്ങളിൽ. പാവപ്പെട്ട ഒരു വിധവയുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. 2 നാണയങ്ങളായിരുന്നു അവരുടെ കൈവശം ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം. അത് സന്തോഷത്തോടെ അവർ നൽകുകയും ചെയ്തു. സമ്മേളനത്തിൽ അധ്യക്ഷനായ പുരോഹിതൻ ഉദാത്തമായ ആ നടപടി ശ്രദ്ധിക്കുകയും
പരസ്യമായി അവരെ പുകഴ്ത്തുകയും ചെയ്തു. മറ്റ് സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല. ഇതിന് സമാനമായി ബൈബിളിൽ സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശു വഞ്ചികയ്ക്കടുത്ത് ഇരിക്കുകയായിരുന്നു. ആളുകൾ വഞ്ചികയിൽ പണമിടുന്നത് യേശു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനേകം ധനികർ ധാരാളം പണമിടുന്നുണ്ടായിരുന്നു. അനന്തരം ഒരു വിധവ വന്ന് ചെറിയ 2 നാണയങ്ങൾ ഇട്ടു. അതൊരു ചില്ലിക്കാശിന്റെ അത്ര പോലും ഇല്ലായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പാവപ്പെട്ട വിധവയാണ് എല്ലാവരിലും അധികം വഞ്ചികയിൽ ഇട്ടത്. എന്തെന്നാൽ എല്ലാവരും അവർക്ക് അധികമുണ്ടായിരുന്നതിൽ നിന്നാണ് നൽകിയത്. മറ്റ് പല ശ്രദ്ധേയമായ ഉപമകളും കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ, ബുദ്ധന്റെ ഉപദേശങ്ങളിലും വളരെ അടുത്ത ചില സാമ്യങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. ഒരു ഉപദേശമാണ് ഇത്. മടയ, ജഡയും മൃഗത്തോലും ധരിച്ചിട്ടെന്ത്? നിന്റെ അകമോ മലിനം, പുറമെ സ്വച്ഛതയുടെ ആഡംബരവും. ധർമ്മപദത്തിലെ ബുദ്ധൻ ഉപദേശിച്ചതായിട്ട് ചോദിച്ചതായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇതിന് സമാനമായി സുവിശേഷങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞുവരത്രേ. മറ്റൊന്ന് ബുദ്ധന്റെ ഉപദേശത്തിൽ ധർമ്മപദത്തിൽ കാണുന്നത് ഇതാണ്. ദ്വേഷം കൊണ്ട് ഒരിക്കലും ദൂരീകരിക്കാവതല്ല, സ്നേഹം കൊണ്ടേ ആവും. അതിന്റെ സ്വഭാവമത്രേ അത്. നാം ആനന്ദം നിറഞ്ഞവരാകണം. നമ്മോട് വിരോധിക്കുന്നവരോട് നാം വിരോധിക്കരുത്. നമ്മെ ദോഷിക്കുന്നവരുടെ മധ്യേ ആയിരുന്നാലും നാം ദ്വേഷരഹിതമായിരിക്കണം. ക്രോധത്തെ സ്നേഹം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും നാം ജയിക്കണം. ഇതിന് സമാനമായി മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മറ്റൊരു സാമ്യം ഇവിടെയാണ്. സുത്തനിപാതം എന്ന ബുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹിംസ, ഹത്യ, അറക്കുക, ബന്ധിക്കുക, കക്കുക, അസത്യഭാഷണം, ചതി, കാപട്യം, നിരർത്ഥക പുസ്തക പാരായണം, പരസ്ത്രീ ഗമനം മുതലായ പാപങ്ങൾ മനുഷ്യനെ പതിതനാക്കുന്നു. അതിന് സമാനമായി ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ പഠിപ്പിക്കലുകൾ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. മറ്റൊരു സാമ്യം ധർമ്മപദത്തിൽ, ബുദ്ധത്തിന്റെ ധർമ്മപദത്തിൽ, ചന്തമുള്ളതും വർണ്ണശബളിപവും എങ്കിലും മരണമില്ലാത്ത പൂ പോലെയാണ് മേനി പറയുകയും അതിനൊത്ത് പ്രവർത്തിക്കാത്തതുമായ മനുഷ്യന്റെ നിരർത്ഥക വാക്കുകൾ. ഇതിന് സമാനമായി മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. മറ്റൊരു സാമ്യം സർവ മനുഷ്യരും ധർമ്മപദത്തിലുള്ളതാണ്. സർവ മനുഷ്യരും ശിക്ഷയെ ഭയപ്പെടുന്നു, ജീവിതത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നീയും അവരിൽ ഒരുവനെ പോലെ എന്നോർക്കുക. നീ ഹിംസിക്കരുത്, കൊല്ലിക്കുകയുമരുത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിന് സമാനമായി പറയുന്നത് ഇങ്ങനെയാണ്. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ.
മറ്റൊന്ന് ഒരു ഉദാഹരണം ധർമ്മപദത്തിലെ ബുദ്ധന്റെ ധർമ്മപദത്തിലുള്ളതാണ്. അന്യന്റെ ദോഷം കാണുന്നത് സഹജം തന്നെ, എന്നാൽ തന്റെ ദോഷം കാണാൻ വിഷമവും. അയൽക്കാരന്റെ ദോഷം പതിരു തൂറ്റിത്തിരിക്കും പോലെ തിരിച്ചു കാട്ടുന്നു. തന്റെ ദോഷത്തെയാകട്ടെ ചതിയൻ ചൂതുകളിക്കാരന്റെ മുൻപിൽ തോറ്റ പകിട മറയ്ക്കും പോലെ മറച്ചു കളയുന്നു. ഇതിന് സമാനമായി മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: എന്നാൽ സത്യക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഇതുപോലെ ബുദ്ധന്റെയും യേശുവിന്റെയും ഉപദേശങ്ങളിൽ നൂറുകണക്കിന് സമാനതകൾ വ്യക്തമായി കാണുവാൻ സാധിക്കും. അടുത്ത അധ്യായത്തില് ബുദ്ധന്റെയും യേശുവിന്റെയും ജനനത്തെ സംബന്ധിച്ച്, അവർ പറഞ്ഞ ഉപമകളെ സംബന്ധിച്ച്, അവർ നടത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അതിശയങ്ങൾ, ഇതിലെല്ലാം ഇതുപോലെയുള്ള ധാരാളം സമാനതകൾ കാണുവാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് അടുത്ത ഭാഗത്ത് അവതരിപ്പിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.